നേരത്തെ ചെയ്ത വീഡിയോയുടെ ബാക്കി ഭാഗമാണേ. ഈ അതിൽ വ്ളോഗ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ലേഡീസും ഉണ്ട് കേട്ടോ, പെൺകുട്ടികൾ, പെൺപിള്ളേർ. ഈ പെൺപിള്ളേരൊന്നും കുറ്റം പറയുന്ന വേറെ പെണ്ണെ. അതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ ഒന്നും ചിന്തിക്കുന്നില്ല. ഞാൻ എൻ്റെ കമൻറ്റിൻ്റെ അടുത്ത് ഒരു പെണ്ണ് വന്ന് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അവരെ സഹായിച്ചില്ലേ, അവരെ കുറേ പേര് സഹായിച്ചിട്ട് അവർക്കെതിരെ പറഞ്ഞില്ലേ എന്നൊക്കെ. ഞാൻ ചോദിച്ചു, നിങ്ങളാണോ വീട് വെച്ച് കൊടുത്തത്? നിങ്ങൾ അവർക്ക് എന്തെങ്കിലും 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഒരാളെ സഹായിക്കുന്നതിന് നമുക്ക് പറയേണ്ട കാര്യമേ ഇല്ല. അതല്ല, ഇനി അവരത്രത്തോളം തെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, എനിക്ക് അത്ര തെറ്റ് ചെയ്തിട്ട് തോന്നുന്നില്ല, നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പോലെ അവരനുഭവിക്കും. രേണുസുതി അനുഭവിക്കും, കർമ്മ അവരനുഭവിക്കും. നിങ്ങളുടെ അതിൽ നിന്ന് വാങ്ങിച്ചിട്ട് പുള്ളിക്കാരെന്ന് തരാത്ത പോലെയാണല്ലോ. പോട്ടെ, വാങ്ങിച്ചെന്നിരിക്കട്ടെ. വാങ്ങിച്ചു തന്ന ആൾക്കാർക്ക് ഇപ്പോഴാണ് ഇതൊക്കെ ഇതാവുന്നത്. അവരെ കഷ്ടപ്പെട്ട് പൈസ ഇങ്ങനെ പോകുന്നുണ്ട്. അവർ ലീഗലി എപ്പോഴേ പോകണമായിരുന്നു, അതിനത് തീരുമാനമാക്കണമായിരുന്നു. അല്ലാതെ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനൊരു വിഷയം ഇവർ മാത്രം എടുത്ത് പൊക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ല. അതിന് ആരുടെ കാര്യത്തിലായാലും പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച് ജീവിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നതൊക്കെ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അറിയൂ. അവർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളാണ്. ഇപ്പോഴും ഈ ആഗ്രഹങ്ങൾ നടക്കാത്ത പെൺകുട്ടികളില്ലേ, അമ്മമാരില്ലേ, ജീവിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരില്ലേ? മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയിട്ടും ഒക്കെ അവരെ ഓർത്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരവരെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ജീവിക്കുന്നവർ. അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റാതെ ഒരു പ്ലാറ്റ്ഫോം കിട്ടാത്ത ആൾക്കാർ. ഒരാളിങ്ങനെ അവരെ ഇപ്പോൾ സുധിച്ചേട്ടനെ സർവ്വസമയം ഇങ്ങനെ ആലോചിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരെ മനസ്സിലുണ്ടത്. നമ്മൾ പറയുന്ന പോലെ ഒരാൾ ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവരെ മനസ്സിലുണ്ട്. അവരെ ഹസ്ബൻഡല്ലേ മരിച്ച്, അവർക്ക് അവരുടെ വേദനയും കാര്യം അവർക്ക് മാത്രം. ഇനി ലോകത്തിന് ഞാൻ ഉൾപ്പെടെ ആരൊക്കെ ഇനി എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേദന അവർക്ക് മാത്രം അറിയൂ. അവർക്ക് അവരോട് സ്നേഹമുണ്ട്. ആ സ്നേഹം അവരുടെ മനസ്സിലും കാണും. അത് നമ്മളിനി ചകഞ്ഞെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ അവിഹിതം പറഞ്ഞു വരുത്തുന്നതിനൊക്കെ ഉണ്ടല്ലേ അതിൽ വ്ളോഗ്സ്, മനുഷ്യപ്പറ്റില്ലാത്ത മനുഷ്യ ചെന്നായി എന്ന് അവർ പറയും. ഞാൻ അവൻ്റെ വീഡിയോ ഞാൻ കമൻറ്റ് ചെയ്തപ്പോൾ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നതെല്ലാം സത്യമാണ്, കാര്യങ്ങളാണെന്നൊക്കെ. പക്ഷെ ഞാൻ പറയട്ടെ, അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കമൻ്റ് എടുത്ത് അവ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാൻ വീഡിയോ നിർത്തരുതെന്നാണ് പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. നീ വീഡിയോ ഇടണം, കാര്യം നിന്നെ എപ്പോഴെങ്കിലും താഴോട്ട് വലിച്ചിടുന്ന സമയം വരും. കർമ്മ എന്ന് പറയുന്ന സംഭവമുണ്ട്, ശാപം. പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കും. ഇതൊക്കെ ഒരു പാപം തന്നെയാണോ? ഇത് പാപം തന്നെയാണ്. നെഗറ്റീവ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ പബ്ലിക് ഇട്ട് കൊടുത്തിട്ട് അവരിങ്ങനെ ഇങ്ങനെ ഭക്ഷിക്കാൻ ഇട്ട് കൊടുക്കുക. പണ്ട് മധുവിനെ എല്ലാവരും കൂടി കൊന്നത് ഓർമ്മയുണ്ടോ? കുറച്ച് അരി മോഷ്ടിച്ചതിന്. അതേ സെയിം കാര്യമാണ് നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോണിൽ കൂടെ ഒന്ന് മാത്രം, സോഷ്യൽ മീഡിയ വഴി കുറേ പേരോട് തല്ലിയും കൊന്നു. അപ്പോഴും മധുവിനെതിരെയാണ് തെറ്റ്. മധു വിശന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത അരിയാണ് അല്ലേ? വിശന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടത്തെ അരിയാണ്, അല്ലാതെ സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല പുള്ളിക്കാരൻ. എന്നിട്ട് പുള്ളിക്കാരൻ അടിച്ചു കൊന്നു. ആ നാടല്ലേ ഇത്. അപ്പോൾ ഇതും വരിനപ്പുറം നടക്കും.